നമുക്കറിയാം, നമ്മൾ സാധാരണ പോകുന്ന ശിവക്ഷേത്രങ്ങളിൽ 3 തവണ പ്രദക്ഷിണം ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ ഓവുചാൽവര മാത്രമേ ഇത്തരം ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ടാകാറുള്ളൂ. അത് ശൈവമായ ഒരു ആരാധനാ വിഷയത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ കൊട്ടിയൂരിൽ പോയാലോ? 3 തവണ കൊട്ടിയൂരപ്പന് പ്രദക്ഷിണം ചെയ്ത് അവിടെ ഭഗവാന്റെ ഇഷ്ടനിവേദ്യങ്ങളായ ഇളനീര്, പാല്, നെയ്യ് ഇതൊക്കെ അഭിഷേകമായി സമർപ്പിക്കാം. അതാണ് കൊട്ടിയൂരിലുള്ള ഒരു വ്യത്യാസം. തുലാമാസത്തിൽ ആരംഭിച്ച വടക്കൻ മലബാറിലെ തെയ്യങ്ങളും തിറകളും ഒക്കെ കൂടി ഇറങ്ങുമ്പോഴാണ് വലിയൊരു മഹോത്സവത്തിൻ്റെ കൊടിയേറ്റം കൊട്ടിയൂർ ആരംഭിക്കുന്നത്. സാക്ഷാൽ ശ്രീ കൊട്ടിയൂർ ക്ഷേത്ര വൈശാഖ മഹോത്സവം അവസാന ദിനങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ന് മകം കലംവരവാണ്. മകം കലംവരവ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം ഉണ്ടാവുകയില്ല. എന്നാൽ സ്ത്രീകൾ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും കൊട്ടിയൂരപ്പൻ്റെ നടയിൽ നിന്ന് പോകുന്നത്. ഇനി അടുത്ത കൊല്ലം, ഇനി 1 കൊല്ലം കൊട്ടിയൂരപ്പനെ കാണാൻ അവർക്ക് കാത്തിരിക്കണം. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് പ്രവേശനമുണ്ട്. ഒരൊറ്റ സ്ത്രീക്ക് മാത്രം ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. അത് കൂത്തമ്പലത്തിലെ നങ്ങ്യാരമ്മയ്ക്കാണ്. ദക്ഷയാഗം നടന്നു എന്ന് പുരാണങ്ങളിൽ കരുതപ്പെടുന്ന ദക്ഷിണകാശി എന്ന് വിശേഷിക്കപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ഇടവ മാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്രനാൾ വരുന്ന ദിവസങ്ങളിലാണ് ആചരിക്കുന്നത്. കൊട്ടിയൂരിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട്. വൈശാഖ മഹോത്സവം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ആചരിച്ചു വരുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തടാകത്തിലെ മണിത്തറയിലെ സ്വയംഭൂവായ ശിവലിംഗമാണ് പ്രധാന ദേവത. ഈ തടാകത്തിൻ്റെ തന്നെ മറ്റൊരു തറയിലുള്ള അമ്മാനക്കല്ലിലാണ് ശ്രീ പാർവതീ ദേവിയെ ആരാധിച്ചു വരുന്നത്. പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്താണ് സ്വയംഭൂവായ ശിവലിംഗവും പാർവതീ ദേവിയും സ്ഥിതി ചെയ്യുന്നത്. വളരെ ഗഹനമായ ചരിത്രം ദക്ഷയാഗത്തിൻ്റെ പിറകിലുണ്ട്. ദക്ഷൻ തൻ്റെ യാഗഭൂമിയിൽ എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് മകളെയും മകളുടെ ഭർത്താവായ ശിവനെയും അവഗണിച്ചപ്പോൾ മനസ്സോടെ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങി സതീദേവി യാഗസ്ഥലത്ത് എത്തുകയും അവിടെ വെച്ച് തൻ്റെ ഭർത്താവിനെ അത്യധികം നികൃഷ്ടമായ രീതിയിൽ ആക്ഷേപിച്ചപ്പോൾ അപമാനിതയായ സതീദേവി ആളിപ്പടരുന്ന യാഗാഗ്നിയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ക്രുദ്ധനായ പരമശിവൻ തൻ്റെ ഭൂതഗണമായ വീരഭദ്രനെ അയച്ച് ദക്ഷന്റെ തല അറുക്കുന്നു. ത്രിലോകങ്ങളെല്ലാം യാഗം മുടങ്ങിയാലുള്ള ഭവിഷ്യത്തറിഞ്ഞ് പരമശിവനെ ശരണം പ്രാപിക്കുകയും അദ്ദേഹം ഒരു ആടിൻ്റെ തല അറുത്ത് ദക്ഷന്റെ ശിരസിന്റെ സ്ഥാനത്ത് വെച്ച് യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. യജ്ഞം കഴിഞ്ഞ പരമശിവൻ കൈലാസത്തിലേക്ക് പുറപ്പെടുന്നു. ക്രമേണ ഘോരവനമായി തീർന്ന ഈ സങ്കേതം ആദിവാസികളായ ആ ദേശത്തിന്റെ അധിപരായ കുറിച്യരുടെ അധിവാസ സ്ഥലമാവുകയും ചെയ്തു. ഒരിക്കലൊരു ആദിവാസി യുവാവ് തൻ്റെ അമ്പ് മൂർച്ച കൂട്ടാനായി കല്ലിൽ ഉരയ്ക്കുമ്പോൾ ആ കല്ലിൽ നിന്നും രക്തം വാർന്നു വന്നു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റി തിരുമേനി കൂവളത്തിലയിൽ കലശമാടി അവിടെ ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ചു. ഇന്നുള്ള വൈശാഖ മഹോത്സവ ചിട്ടകൾ ശങ്കരാചാര്യ സ്വാമികളാണ് ചിട്ടപ്പെടുത്തിയത് എന്നാണ് ഐതിഹ്യം. ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനും ഒത്തുചേർന്ന ഊര്. ഈ അർത്ഥത്തിൽ കൂടിയൂര് എന്ന പേര് വരികയും പിൽക്കാലത്ത് കൊട്ടിയൂരായി ആ നാമം പരിണമിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട്. കേരള സാഹിത്യ ചരിത്രത്തിൽ മഹാകവി ഉള്ളൂർ കോട്ടയം രാജാക്കന്മാരുടെ കുലദൈവമായ കൊട്ടിയൂരപ്പനെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പഴശ്ശിരാജാവിന്റെ പ്രധാന ഇടനായകനായ ഇടച്ചേരി കുങ്കൻ തന്റെ സൈന്യവുമൊത്ത് കൊട്ടിയൂരിലെത്തി ഇംഗ്ലീഷ് ഔട്ട് പോസ്റ്റ് പിടിച്ചെടുക്കാൻ സംഘം ചേർന്നിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകം കലവരവ് നാൾ ഉച്ചശീവേലി വരെ മാത്രമേ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമുള്ളൂ. ഒരു കാലത്ത് വടക്കൻ മലബാർ ഭക്തർ മാത്രം സന്ദർശിച്ചു വരുന്ന കൊട്ടിയൂർ അമ്പലത്തിൽ ഇന്ന് കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്നും കർണാടകം, പ്രത്യേകിച്ച് കുടക്, ആന്ധ്ര, തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. കർണാടകത്തിലെ കുടകിലെ ഭക്തർക്ക് മാനന്തവാടി വഴിയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഭക്തർക്ക് കൂത്തുപറമ്പ് വഴിയും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഭക്തർക്ക് തലശ്ശേരി, കൂത്തുപറമ്പ് വഴിയും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. എന്തായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം ഉള്ളത്. വൈശാഖോത്സവം കഴിഞ്ഞാൽ സ്വയംഭൂവായ ശിവലിംഗം, ആ ശിവലിംഗവും സതീദേവിയും ഉറങ്ങുന്ന അമ്മാറക്കല്ലും ഒക്കെ കൊട്ടിയൂരിൽ അവശേഷിക്കും നിശബ്ദമായി. വീണ്ടും 1 വർഷക്കാലം കഴിഞ്ഞ് 1 മാസത്തോളം ഇതുപോലെ ഭക്തരുടെ വരവ്. ആ വരവിനായി കൊട്ടിയൂർ കാത്തിരിക്കും. ന്യൂസ് ഡെസ്ക് കർമാൻസ്.